ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത്യാവശ്യം സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള കോമഡി വീഡിയോസൊക്കെ ഇൻസ്റ്റാഗ്രാമിലും മറ്റും ചെയ്യുന്ന അഖിൽ എന്ന വ്യക്തിയുടെ ഭാര്യ ഒളിച്ചോടിപ്പോയ വിഷയമാണ്. ഒരു കല്യാണം കഴിഞ്ഞിട്ട് പിന്നീട് ഈ കാമുകന്മാരുടെ കൂടെ പോകുക എന്ന് പറയുന്നത് എന്തൊരു തെറ്റായ കാര്യമാണ്. എങ്കിൽ പിന്നെ നിങ്ങൾക്ക് കല്യാണത്തിന് മുൻപ് ആകാമായിരുന്നില്ലേ? ഈ അഖിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ മാനസിക അവസ്ഥ എന്തായിരിക്കും? എത്രത്തോളം പ്രശ്നങ്ങളിലൂടെ ആയിരിക്കും പുള്ളി കടന്നു പോകുന്നത്? ഒരു പ്രണയത്തിലായിരിക്കുമ്പോൾ തന്നെ ബ്രേക്കപ്പ് ആയാൽ എത്രത്തോളം ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ ഒരു കല്യാണം കഴിഞ്ഞിട്ട് പോകുമ്പോൾ ആളുടെ മാനസികാവസ്ഥ. ഇപ്പോൾ പോയത് എന്തുകൊണ്ട് നന്നായി എന്ന് പറയേണ്ടി വരും. കാരണം ഒരു കുടുംബമായി കുട്ടികളൊക്കെ ആയി ശേഷമാണ് ഇങ്ങനെ പോയിരുന്നെങ്കിൽ നിങ്ങൾ കാണിച്ചു വെക്കുന്നതിനൊക്കെ ആ കുട്ടിയും കൂടി പാത്രമായേനെ. എന്തായാലും ഈ വീഡിയോ റിയാക്ട് ചെയ്യാൻ കാരണം, അല്ലെങ്കിൽ ഈ വീഡിയോ എടുത്ത് സംസാരിക്കാനായിട്ട് കാരണമായിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. അതായത് നമുക്ക് പോയി എന്ന് കൺഫേം ആയിട്ട് ഒരാൾ പറയുന്നൊരു വീഡിയോ, അത് നമുക്ക് കാണാം. ശരിയാണ്. അഖിലന്നാരുടെ ഭാര്യ പുള്ളിക്കാരനെ ഉപേക്ഷിച്ചിട്ട് ഒരു ബസ്സിൽ കിളിയോടൊപ്പം ഒളിച്ചോടിപ്പോയി. കുറച്ച് ദിവസങ്ങളായി പോയിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഒരിക്കലും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല. പക്ഷേ ഒരുപാട് ആളുകൾക്ക് സംശയവും കാര്യങ്ങളും ഡൗട്ടും ഒക്കെ ഉണ്ട്. ഇത് സത്യമാണോ എന്ന്. ഓക്കെ, ശരിക്കും ഇത് സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കുറച്ച് ദിവസമായി ഭാര്യ പോയിട്ട് പുള്ളിക്കാരന് പോലും അറിയാൻ പാടില്ല എന്തിനാണ് അവൾ പുള്ളിനെ ഇട്ടിട്ട് പോയെന്നുള്ളൊരു കാര്യം. ഓക്കെ, അത്യാവശ്യം നല്ല ഫാമിലിയിലുള്ളൊരു കൊച്ചായിരുന്നു. പുള്ളിക്കാരിൻ്റെ അമ്മ ടീച്ചറും അച്ഛൻ അഡ്വക്കേറ്റും ഒക്കെ ആയിരുന്നു. നമ്മൾ കണ്ടതാണ്. വിവാഹം അടക്കം വലിയ ഗ്രാൻഡായിട്ടുള്ള വിവാഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പുള്ളിക്കാരി വിവാഹം കഴിഞ്ഞിട്ട് കോഴ്സ് പഠിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അഖിൽ ആ കോഴ്സിന് കൊണ്ട് ചേർത്തു. പുള്ളിക്കാരൻ ഇന്നും കൊണ്ടാക്കാനും വിളിച്ചുകൊണ്ടിരാനും പറ്റത്തില്ല. പുള്ളിക്കാരൻ അത്യാവശ്യം ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ ഉള്ള വ്യക്തി തന്നെയാണ്. അപ്പോൾ പോകുന്നതും വരുന്നതൊക്കെ ബസ്സിലാണ്. സോ ബസ്സിലെ കിളിയുണ്ടല്ലോ, കണ്ടക്ടർ കിളി, ആ സെറ്റപ്പ് പുള്ളിക്കാരനുമായിട്ട് ഇഷ്ടത്തിലാവുന്നു. പുള്ളിക്കാരനുമായിട്ട് വിളിച്ചു. വിവരം അഖിൽ അറിയുന്നു. ആദ്യം അഖിൽ പേടിച്ചു തോന്നുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇനി അവളെന്തേലും കടുങ്കൈ ചെയ്തു, ശരിക്കും എന്താണ് പറ്റിയതെന്നൊന്നും അറിയാതെ അഖിൽ നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്, ഇവളെ കാണാനില്ലെന്ന്. പിന്നെ തിരിച്ചു വന്ന് വീട്ടിൽ വന്നിട്ട് CCTV ഫുട്ടേജും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഇവള് ബാഗും എടുത്തിട്ട് അവനുമായിട്ട് കയറി പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ആ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ അഖിലിൻ്റെ ഇനിയിപ്പോൾ അവളെ ന്യായീകരിക്കാനായിട്ട്, അതായത് അവന് വേറെ റിലേഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവൻ മറ്റ് സ്ത്രീകളുമായി അഫയർ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ വരും. ഇനി അത് സത്യമാണെങ്കിൽ തന്നെ ലീഗലി രജിസ്റ്റർ ചെയ്ത, അല്ലെങ്കിൽ ഒരു മാരേജ് ലീഗലിയും, അതായത് നമ്മുടെ കുടുംബക്കാരും ബന്ധുക്കാരും ഫാമിലി എല്ലാം ഉൾപ്പെട്ട് ലീഗലി രജിസ്റ്റർ ചെയ്ത ഒരു മാരേജ്, അതിന് നിയമത്തിൻ്റെ മുന്നിൽ മാരേജായിട്ട് നിയമത്തിൻ്റെ മുന്നിൽ ഒന്നിച്ചവർ വേർപിരിയേണ്ട രീതി ഇങ്ങനെ ആയിരുന്നില്ല. മേഘയുടെ അച്ഛനായാലും അമ്മയായാലും അത്യാവശ്യം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ്. അച്ഛൻ അഡ്വക്കേറ്റാണ്, അതേപോലെ തന്നെ അമ്മ ടീച്ചറാണ്, ഫിനാൻഷ്യലി വെൽ സെറ്റിൽഡ് ആണ്. കല്യാണം കഴിഞ്ഞ ശേഷവും അതിനു മുൻപും സാമ്പത്തികമായും ഒക്കെ മേഘ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആയിരുന്നു. ഇനി മാനസിക നില എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ഒരാളുടെ ഇൻസ്റ്റാഗ്രാം വീഡിയോയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റോ